നെന്മാറയിലെ ഇരട്ടക്കൊല. പ്രതി കൊല ചെയ്തതിനു ശേഷം കാട് കയറി. 2019 സരിത എന്ന സ്ത്രീയെ കൊല ചെയ്ത ശേഷം പ്രതിയായ ചെന്താമര ഇതുപോലെ കാട് കയറുകയാണുണ്ടായത്. ആ കുടുംബത്തിലെ 2 പേരെ കൂടിയാണ് ഇപ്പോൾ ചെന്താമര കൊല ചെയ്തിരിക്കുന്നത്. സരിതയെ കൊല ചെയ്യാൻ പറഞ്ഞിരുന്ന കാരണം തൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് അയൽക്കാരാണ് കാരണക്കാരെന്ന സംശയമാണ് ഇതുപോലൊരു കൊലപാതകത്തിലേക്ക് ആദ്യം ചെന്നെത്തിച്ചത്. ഇതിനുശേഷം പ്രതി ജയിലിലായിരുന്നു. ഇപ്പോൾ ജാമ്യം കിട്ടി 2 മാസമായി പുറത്തു വന്നിട്ട്. ജാമ്യം കിട്ടിയ പ്രതി നെന്മാറയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന് കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അതിന് ഇളവ് വന്ന് നെന്മാറയിലെ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു. പക്ഷേ നെന്മാറയിൽ തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു ഈ പ്രതി. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിക്കെതിരെ ഒരു നിയമ നടപടി പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ഈ മരണം സംഭവിച്ച വീട്ടുകാരും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നത്. ഈ പ്രതി ആ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഈ സരിതയുടെ ഭർത്താവും കുടുംബവും താമസിക്കുന്ന അവിടെ ചെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും കൊല ചെയ്ത് കളയുമെന്ന് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ പരിസരത്തുള്ളവരോടും ഒക്കെ തങ്ങളെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇതിനെതിരെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സുധാകരനും മകളും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും ഈ ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് ചെയ്തത്. തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭാര്യയെ കൊല ചെയ്ത ആൾ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ജീവനും സുരക്ഷയില്ല എന്നവരത് അറിയിക്കുമ്പോൾ അതിനു വേണ്ടുന്ന യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ആ മകൾ പൊട്ടിക്കരയുന്നത് നമുക്ക് ഹൃദയഭേദകമാണ്. ഇവിടെ ഈ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പക, തൻ്റെ ഭാര്യ പിണങ്ങി മാറി താമസിക്കുന്നതിന് കാരണം അയൽക്കാരാണെന്ന ആ ഒരു തോന്നലുണ്ടാക്കിയ വിനയാണ് ഒരു കുടുംബത്തിലെ 3 പേരെ കൊല ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത്. അയാൾ സംശയരോഗിയോ മാനസിക രോഗിയോ എന്തുമായിക്കോട്ടെ, ഒരു കൊലപാതകം ചെയ്ത വ്യക്തി അയാളുടെ ആ നേച്ചർ എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ചികിത്സ നൽകുകയോ അല്ലെങ്കിൽ അയാളെ വീണ്ടും ആ കൊലപാതകം നടത്തിയ കുടുംബത്തിന് പരിസരത്ത് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ടത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമതകൾ നമുക്ക് ആർക്ക് കണ്ടാലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ആ ഇരട്ടക്കൊല നടക്കുന്നത്. ഇന്ന് രാവിലെ ചെന്താമര വെട്ടുകത്തിയുമായി സുധാകരൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് സുധാകരൻ പുറത്തേക്ക് എവിടെയോ പോകുന്നതിന് വേണ്ടി തൻ്റെ ഇരുചക്ര വാഹനം എടുത്ത് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സുധാകരൻ്റെ നേർക്കാണ് പാഞ്ഞെടുത്ത് സുധാകരനെ വെട്ടി വീഴ്ത്തുന്നത്. കുറച്ച് കഴിഞ്ഞ് സുധാകരൻ്റെ അമ്മ കുഞ്ഞുലക്ഷ്മി പുറത്തേക്ക് വരികയും കുഞ്ഞുലക്ഷ്മിയെയും വെട്ടി വീഴ്ത്തി. കൊല ചെയ്തതിന് ശേഷം സരിതയെ കൊല ചെയ്തപ്പോൾ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ കാട് കയറുന്ന സ്വഭാവമാണ് അയാളിപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസും നാട്ടുകാരും എല്ലാം അയാളെ കണ്ടുപിടിക്കുന്നതിനായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണപ്രിയനായതുകൊണ്ട് അധിക സമയം കാടിനുള്ളിൽ കഴിയുകയില്ല എന്നും ഭക്ഷണത്തിനായി ബന്ധുവീടുകളിൽ എവിടെയെങ്കിലും എത്തിപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ പോലീസും നാട്ടുകാരും ഓരോ ബന്ധുവീടുകളിലും കാട്ടിലുമൊക്കെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മാനസിക രോഗിയാണെങ്കിലും ഇനി അയാളെ പുറത്തു വിടാതിരിക്കാനുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം ഇപ്പോൾ 3 കൊലപാതകങ്ങൾ കഴിഞ്ഞു. ഇനി ഒരാൾക്കും ഇത്തരൊരു അവസ്ഥ വരരുത്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ എല്ലാവരുടെയും കാതുകളിലും ഹൃദയങ്ങളിലും വല്ലാതെ ഒരു നൊമ്പരമായി നിൽക്കുന്നു.